ഹേ ഗായ്സ്, ഇത് ഓഗസ്റ്റിലെ ഫസ്റ്റ് വീക്ക്ലി ഷോപ്പിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് മുന്നും ഒരു വീക്ക്, ഇവൾക്ക് എത്ര ഒരു വീക്കിൽ തന്നെ ഇവൾ എന്തോരം ഷോപ്പ് ചെയ്യുന്നു. അല്ല ഗൈസ്, അത് ജൂലൈയിലാണ് കസിൻ്റെ കൂടെയുള്ള ഷോപ്പിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി കെട്ടി പിള്ളേരൊക്കെ അവിടെ ആക്കി സെറ്റാക്കിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ബോഡിക്കോൺ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇന്നെന്തോ എനിക്ക് നല്ല അടിപൊളിയായി ഇച്ചിരി മോഡേൺ ലുക്കിൽ ഇറങ്ങണം എന്ന് തോന്നി. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇറങ്ങിയത്. ഇറങ്ങി നടന്ന് വരുമ്പോണ്ടോ ഹസ്ബൻഡിൻ്റെ അനിയൻ അവിടെ ഫോൺ ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ എന്നെ ഒന്ന് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ഇടക്കടാ എന്നവനോട് കിഞ്ചിയപ്പോൾ അവൻ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തു ഗൈസ്. അപ്പോൾ ഓട്ടോ പൈസ ലാഭം. അങ്ങനെ ഞാൻ അവിടെ എത്തി. ഇന്ന് പതിവിലും അധികം സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ ഷൂട്ടിംഗ് നടന്നില്ല. ഞാനിതാ ഓട്ടോയിൽ കയറി തിരികെ വീട്ടിലേക്ക് വരാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൈസ ഞാൻ പൊടിച്ചിട്ടുണ്ട്. കുറച്ചധികം സാധനങ്ങൾ എനിക്ക് വാങ്ങാനും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയൊന്നും ഞാൻ സ്പെൻഡ് ചെയ്യാനൊന്നുമില്ല. പിന്നെ വന്നതും ഞാൻ വേഗം ഇക്കച്ചിക്ക് അന്ന് പോവേണ്ടതായിട്ടുണ്ടായിരുന്നു വർക്കിന്. സോ ഞാൻ വേഗം ആൾക്ക് എന്തെങ്കിലും ഒരു ബ്രഞ്ച് പോലെ തട്ടിക്കൂട്ടി കൊടുക്കാമെന്ന് വെച്ച് ഞാൻ വേഗം സൂപ്പ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റേ സൂപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ മേടിച്ചുകൊണ്ട് വന്നു. പക്ഷെ ഞാൻ അതിൽ എക്സ്ട്രാ നമ്മുടെ സ്വീറ്റ് കോൺ, ക്യാരറ്റ്, ബട്ടർ, പെപ്പർ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എൻ്റെ ഒരു സ്റ്റൈലിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതേ ബട്ടർ ചുരണ്ടിത്തരാൻ പറഞ്ഞ് എൻ്റെ ചെറുക്കന്മാരെത്തി. അവർക്ക് കുറച്ച് ബട്ടറൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ ഇവിടെ നമ്മുടെ സൂപ്പ് റെഡി ആയിക്കാണ്. പിന്നെ അത് ഞാൻ പെട്ടെന്ന് തന്നെ ആൾ കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഒരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഇപ്പോൾ വേഗം ബട്ടറിൽ ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്ത് വേഗം 2 മുട്ട എടുത്ത് ഇങ്ങനെ ബുൾസൈ പോലെ ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ആഡ് ചെയ്തു. പിന്നെ എന്തിട്ടാ ചെയ്തത് ഞാൻ, പിന്നെ അത് അതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് എടുത്ത് വെച്ചപ്പോൾ അതിൻ്റെ മഞ്ഞക്കരു പൊട്ടി ഗൈസ്. എന്നാലും സാറില്ല, ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഞാൻ മറിച്ചിട്ടു. എന്നിട്ട് അപ്പുറത്തെ സൈഡുള്ള ബ്രെഡിൽ ഞാൻ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ, ഈ ഗാർലിക് ചീസ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു സാധനം. അപ്പോൾ ഒന്ന് ട്രൈ ആക്കാമല്ലോ എന്ന് എഴുതിയിട്ട് ഒരു പരീക്ഷണമായി ഇങ്ങനെ ആദ്യം മൂപ്പർക്ക് തന്നെ ഒന്ന് ബ്രെഡിൽ ഇങ്ങനെ ടോസ്റ്റല്ല അങ്ങനെ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കിയ പോലെ ആക്കി. സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പെപ്പർ സ്പ്രെഡ് ഉണ്ട്, പെപ്പർ ചീസ് ഉണ്ട്, ഗാർലിക്, അങ്ങനെ 2-3 ടൈപ്പ് ഉണ്ട്. നോർമൽ ചീസ് സ്പ്രെഡ് ഉണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്ത് വേഗം മൂപ്പർക്ക് കൊണ്ടുപോയി കൊടുത്ത് ആൾ പോകാനുള്ള ധൃതിക്ക് വേഗം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഷോപ്പിംഗ് ഡേ നടന്നത്.